الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ولا تقف ما ليس لك به علم إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിന്റെ കൽപ്പനകളെയും നിർദ്ദേശങ്ങളെയും പാലിച്ചുകൊണ്ട് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നോടും നിങ്ങളോടുമായി വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ ഈ പരിശുദ്ധമായ ഇസ്ലാം മതത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷത എന്നത്, നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളാകട്ടെ, നമ്മൾ പ്രവർത്തിക്കുന്ന കർമ്മങ്ങളാകട്ടെ, എല്ലാറ്റിനും തെളിവുകളുണ്ട് എന്നുള്ളത്. ഏതെങ്കിലും ആചാരങ്ങൾ പഠിപ്പിക്കുന്നവരുടെയോ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെയോ ഒക്കെ അടിസ്ഥാനത്തിൽ അതങ്ങനെയാണ് എല്ലാവരും ചെയ്തു വന്നത്, അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്നു എന്നതിലുപരി എല്ലാറ്റിനുമുള്ള തെളിവുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു നിസ്സാരമായ ഒരു കർമ്മത്തെക്കുറിച്ച് പോലും ചോദിക്കുമ്പോൾ അതിന് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് തെളിവുണ്ടായിരിക്കും. ഈ പറയുന്ന ഒരാശയം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ആശയമാണ്. ഒരു മുസ്ലിമിനും ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളെല്ലാവരും പലപ്പോഴും പണ്ഡിതന്മാരോട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അത് ശരിയാണോ, അത് ചെല്ലാൻ പറ്റൂ, അങ്ങനെ ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് വേണ്ടത് എന്നെല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അത് അനന്തരാവകാശ നിയമങ്ങളാകട്ടെ, നമ്മൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങളാവട്ടെ, എന്താവട്ടെ, അതിനെക്കുറിച്ച് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിനെ പറ്റിയുള്ള നിയമങ്ങളെ പറ്റി ചോദിക്കും. നോമ്പിന്റെ കാലമായാൽ നോമ്പിനെ കുറിച്ച് 100 സംശയങ്ങളാണ്. ഇതിന് നമ്മൾ സംശയങ്ങൾ ചോദിക്കുന്നത്? നമുക്കറിയുന്നത് പോലെ ചെയ്താൽ മതിയെങ്കിൽ ആ ചോദ്യത്തിന് പ്രസക്തിയില്ലല്ലോ. അപ്പൊ നമുക്ക് തന്നെ ഒരു കണിശത ഉണ്ട്, ചെയ്യുകയാണെങ്കിൽ അത് തെളിവിന്റെ അടിസ്ഥാനത്തിലാവണം എന്നതാണ്. സത്യത്തിൽ ഇത് ഒരു വലിയ ആശയമാണ് സുഹൃത്തുക്കളെ. തെളിവില്ലാതെ ഒരു കാര്യവും ദീനിൽ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ദീനിന്റെ അടിസ്ഥാനപരമായ കാര്യം. കാരണം തെളിവുകൾക്ക് വലിയ പ്രാധാന്യമാണ്. വലാ തഖുഫു മാ ലൈസ ലക ബിഹി ഇൽമൻ. നിനക്ക് അറിവില്ലാത്തതിന്റെ ഒന്നിന്റെയും പിറകെ നീ പോകരുത്. അള്ളാന്റെ കൽപ്പന. അറിവില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കുവാനുള്ള അനുവാദം നമുക്കില്ല. നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങളുടെയും തെളിവെന്താണ്,
പ്രമാണം എന്താണ്, അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. നാട്ടിൽ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്രയും വിവരമുള്ള ഒരാൾ ചെയ്യുമ്പോൾ അതിൽ തെറ്റുണ്ടാവുമോ? ഇതൊന്നും പിൻപറ്റാൻ നമ്മോട് പറഞ്ഞിട്ടില്ല. എല്ലാറ്റിനും കൃത്യമായ അറിവും വിവരവുമില്ലാതെ ഒരു കാര്യവും പ്രവർത്തിക്കാൻ പാടില്ലെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ നമ്മോട് നിർദ്ദേശിക്കുന്നു. എന്തിനെന്താ ബാക്കി പറയുന്നത്? ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹ് പറയാണ്, നിനക്ക് കേൾക്കാൻ ഒരു കാത് തന്നിട്ടുണ്ട്, കാണാൻ കണ്ണ് തന്നിട്ടുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു ഹൃദയം തന്നിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നാളെ പരലോകത്ത് ചോദിക്കും. തെറ്റായ കാര്യങ്ങൾ പ്രവർത്തിച്ച് പരലോകത്ത് വന്നാൽ നിനക്കിത് അന്വേഷിക്കുവാനും കാണുവാനും വായിക്കുവാനും കണ്ണുണ്ടായിരുന്നില്ലേ? കേട്ടുപഠിക്കാൻ കാതുണ്ടായിരുന്നില്ലേ? കേട്ടത് ശരിയാണോ എന്ന് ചിന്തിക്കുവാൻ നിനക്കൊരു ഹൃദയമുണ്ടായിരുന്നില്ലേ എന്ന് ചോദ്യം ചെയ്യപ്പെടുമെന്ന് അള്ളാഹു താക്കീത് ചെയ്തിട്ടാ പറഞ്ഞ്. തെളിവ് നോക്കിയിട്ട് ജീവിച്ചാൽ മതി എന്ന ശക്തമായ നിർദ്ദേശം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് തന്നിട്ടുണ്ട്. മാത്രമല്ല, എന്താണ് സുഹൃത്തുക്കളെ ഖുർആൻ? ഖുർആൻ തെളിവുകളുടെ സമാഹാരമാണ്. അൽ മസ്തറുൽ അവ്വൽ ഫി ശരീഅത്തിൽ ഇസ്ലാമിയ. ഇസ്ലാമിക ശരീഅത്തിന്റെ മതനിയമങ്ങളുടെ ഒന്നാമത്തെ സോഴ്സാണ്, ഒന്നാമത്തെ മസ്തറാണ് ഖുർആൻ. അപ്പൊ ഖുർആൻ മുഴുവനും എന്താണ്? ഞാനും നിങ്ങളും എങ്ങനെ ജീവിക്കണം എന്നതിന്റെ തെളിവാണത്. ഇസ്ലാമിന്റെ ഒന്നാമത്തെ തെളിവ്. അപ്പൊ തെളിവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സ് ആയിക്കൊണ്ട് ഖുർആൻ തന്നത് തെളിവ് നോക്കി ചെയ്താൽ മതി എന്നാണ്. എന്താ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്താണ്, എങ്ങനെ നമ്മൾ ജീവിക്കണമെന്ന്, ജീവിക്കുമ്പോൾ ഏതെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം നിലപാട് സ്വീകരിക്കണമെന്ന് 23 കൊല്ലക്കാലം ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചക ജീവിതം, അത് രണ്ടാമത്തെ സോഴ്സാണ് ഇസ്ലാമിൽ. അപ്പൊ തെളിവുകളാണ് നിരന്തരം നമ്മൾ പാരായണം ചെയ്യുന്നത്, തെളിവുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, തെളിവുകളെ കുറിച്ചാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന ഏത് കാര്യവും ആ തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നുള്ള നിർബന്ധം ഇസ്ലാമിനുണ്ട്. കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുഹദ്ദിസ ബികുല്ലി മാ സമിഅ. കേൾക്കുന്നതൊക്കെ പറയാൻ ഒരു മുസ്ലിമിന് പറ്റൂല. ആർക്കെങ്കിലും നിങ്ങളൊരു കാര്യം പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് തെളിവോടുകൂടെ പറഞ്ഞു കൊടുക്കണം. ഒരു കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് എന്നാണ്. നിങ്ങളിലേക്ക് എന്ത് വിവരം കിട്ടിയാലും യാ അയ്യുഹല്ലദീന ആമനു ഇൻ ജാഅകും ഫാസിഖും ബിനബഇൻ, ഏതൊരു അധർമ്മകാരിയും നിങ്ങൾക്ക് എന്തൊരു വിവരം തന്നാലും ഫതബയ്യനു, നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് വ്യക്തത നേടിയിട്ട് വേണം ചെയ്യണം എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തെളിവിന്റെ പ്രത്യേകതയാണ്. എന്തിനാണ് ഇത്ര വലിയ തെളിവ് അന്വേഷിക്കണം എന്ന് പറയാൻ കാരണം? ഇത് അള്ളാഹുവിന്റെ മതമാണ്. അപ്പൊ നമ്മൾ ഈ മതത്തിൽ ഇല്ലാത്തൊരു കാര്യം നമ്മൾ പറഞ്ഞാൽ എന്താവും? അള്ളാഹുവിന്റെ പേരിൽ കളവ് പറയലാണത്. നബി അങ്ങനെ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരിൽ നുണ പറയലാണ് സുഹൃത്തുക്കൾ. അതൊരു വിശ്വാസി ചെയ്യാൻ പറ്റും. പടച്ചോൻ പറയാത്തൊരു, ഇത് അള്ളാന്റെ ദീനാണ്. ഇതിൽ എല്ലാ കാര്യത്തിലും ശരി പറയാനും ഇതിന്റെ വിരോധങ്ങൾ പറയാനുള്ള അവകാശം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അം ലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ല. അള്ളാഹ് അനുവാദം കൊടുക്കാത്തൊരു കാര്യം മതനിയമമായി നിശ്ചയിക്കുന്ന പങ്കാളികളുണ്ടോ അവർക്ക് എന്നാണ്. അള്ളാഹുവിന്റെ ശരീഅത്തിൽ ഇല്ലാത്ത ഒരു നിയമം നിശ്ചയിക്കുകയോ അനുഷ്ഠിക്കുകയോ ആചരിക്കുകയോ ചെയ്താൽ അതിന് നമ്മൾ അള്ളാഹുവോട് നാളെ മറുപടി പറയേണ്ടി വരും എന്നാണ്. പിന്നെ സാധാരണഗതിയിൽ ചില കാര്യങ്ങളൊക്കെ മതത്തിൽ ഇല്ലാത്തത് ആൾക്കാർ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എന്തപ്പോ ചെയ്യണേ, നല്ലൊരു കാര്യമല്ലേ, നമ്മൾ ഓതല്ലേ, പറയല്ലേ, ചൊല്ലല്ലേ എന്നാ ചോദിക്കുക. സുഹൃത്തുക്കളെ, ഇത് ഒരിക്കലും ഇസ്ലാമികമായ വിശ്വാസങ്ങളെ കുറിച്ച് ഒരാൾക്ക് പറയാൻ പറ്റിയ മറുപടിയല്ല. നല്ലതല്ലേ, നല്ലത് ഇസ്ലാമിൽ ഒരു കാര്യം നല്ലതാവണമെങ്കിൽ അടിസ്ഥാനപരമായി 2 നിബന്ധന ഉണ്ട്. ഒന്നാമത്തെ നിബന്ധന എന്താണെന്നറിയുന്നത്? അത് അള്ളാഹുവിന് വേണ്ടി മാത്രം ചെയ്യുന്നതായിരിക്കണം. ഇസ്ലാമിലുള്ള കർമ്മമാണെങ്കിലും ആ കർമ്മം ചെയ്യുന്നത് അള്ളാന്റെ പ്രീതി ഉദ്ദേശിച്ചല്ല എന്നുണ്ടെങ്കിൽ ആ കർമ്മം നല്ലതാവൂല, അതിന് പ്രതിഫലം കിട്ടൂല. രണ്ടാമത്തത് മുതാബഅത്തുർ റസൂൽ, ദീനാണ് എന്ന് വിചാരിച്ച് ചെയ്യുകയാണെങ്കിൽ അത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയുള്ളതായിരിക്കണം. അതല്ലാത്ത ഒരു കാര്യം ദീനിൽ നല്ലതല്ല. നമുക്കിപ്പോ 5 വക്തിലെ നിസ്കാരം നമുക്ക് 6 വക്താക്കാൻ പറ്റും, സുബഹി 3 റക്അത്താക്കാൻ പറ്റും. സുഹൃത്തുക്കളെ, നല്ലതല്ലേ നിസ്കാരം? ഒരു വക്ത് കൂടും, ഒരു റക്അത്ത് കൂടും, ഒരു ഫാത്തിഹ കൂടൂലേ, ഒരു സൂറത്ത് കൂടൂലേ, ഒരു തസ്ബീഹ് കൂടൂലേ? പറ്റൂല എന്നാണ്. ഒരു കാര്യത്തിലും നമുക്ക് നിശ്ചയിക്കപ്പെട്ടതല്ലാത്ത ഒരു കാര്യവും ചെയ്യാനുള്ള അനുവാദം നമുക്കില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്
അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയുണ്ട്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. മതത്തിലില്ല, എന്റെ ഈ ദീനീ കാര്യത്തിൽ അതിലില്ലാത്ത ഒരു കാര്യം ഒരാൾ പുതിയതായി ഉണ്ടാക്കിയാൽ ഫഹുവ റദ്ദുൻ, നമ്മളോടുള്ള നിർദ്ദേശമാണ്, അത് തള്ളിക്കളയണം, അത് ചെയ്യാൻ പാടില്ല. ഇമാം ബുഖാരിന്റെ ഹദീസാണ്, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഈ കാര്യത്തിൽ നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് തള്ളിക്കളയണം എന്നാണ്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു നബിയുടെ ഏറ്റവും പ്രമുഖനായ ഒരു സഹാബിയാണ്, റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ച ഒരു മഹാനായ സ്വഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഇത്തബിഉ വലാ തബ്തദിഉ. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂലിനെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. നിങ്ങളെ വകയായിട്ട് ഒന്നും നിങ്ങൾ ഉണ്ടാക്കരുത്. ഫഖദ് കുഫീതും. നിങ്ങൾക്ക് ഈ മതത്തിൽ വേണ്ട എല്ലാ കാര്യവും മുഴുവനാക്കി പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആനിലൂടെ അത് പ്രഖ്യാപിക്കാൻ അല്ലാഹു പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നു. എന്തിനാ പറഞ്ഞത് സുഹൃത്തുക്കളെ? അള്ളാഹുവിന്റെ റസൂൽ വഫാത്താകുന്നത് വരെ എന്തൊക്കെ ഈ ദീനിലുണ്ടോ അതൊക്കെ ദീനാണ്. അള്ളാഹുവിന്റെ റസൂൽ കണ്ണടക്കുമ്പോൾ ഈ ദീനിൽ ഇല്ലാത്ത ഒന്നും ദീനല്ല. എന്ത് തെളിവാര് കൊണ്ടുവന്നാലും എന്ത് തെളിവുകൾ ഉണ്ടെങ്കിലും ആ തെളിവ് ഉണ്ടെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരിക്കുന്നതാണ്. വലൗ കാന ഖൈറൻ ലസബഖൂന ഇലൈഹി. സ്വഹാബത്ത് അങ്ങനെയാണ്. എന്തെങ്കിലും ഒരു നന്മ ഇസ്ലാമിലുണ്ടെങ്കിൽ ആദ്യം അവരാ ചെയ്യുക. അവർ ചെയ്യാത്തൊരു നന്മയും നമുക്ക് ചെയ്യാനില്ല. വമാ തറക നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറൻ. നബി എന്തെങ്കിലും ഖൈറായ ഒരു കാര്യം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയിട്ടില്ല. ഇല്ല വദല്ലൽ ഉമ്മ. ഈ സമൂഹത്തെ അറിയിക്കാതെ ഒരു കാര്യം, എന്തെങ്കിലും ഒരു നന്മ ഉണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാതെ അള്ളാഹു റസൂൽ കണ്ണടച്ചിട്ട് അങ്ങനെ ചെയ്യോ സുഹൃത്തുക്കളെ? ഈ ലോകത്തുള്ള മുഴുവൻ ആളുകൾക്കും പരലോകത്ത് പ്രതിഫലം കിട്ടേണ്ട ഒരു കാര്യം അള്ളാന്റെ റസൂൽ നമ്മളോട് പറയാതെ പോകുക, ആ ദൗത്യം നിർവഹിക്കാതെ പോയി എന്നല്ലേ അതിന്റെ അർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ കണ്ണടക്കും മുമ്പ് നമുക്ക് സ്വർഗത്തിലെത്താനും നരകത്ത് നകറ്റാനുമുള്ള മാ ബഖിയ ശൈഉൻ യുഖർരിബു മിനൽ ജന്ന, സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാര്യവും അവശേഷിച്ചിട്ടില്ല. വയുബാഇദു മിനന്നാർ, നരകത്ത് നകറ്റുന്ന ഒരു കാര്യം നരകത്തിൽ നമ്മളെ കൊണ്ടുപോകുന്ന ഒരു കാര്യം റസൂലുള്ളാഹി പറഞ്ഞു തരാതെ പോവുക. സ്വർഗം കിട്ടാവുന്ന ഒരു നന്മ പറഞ്ഞു തരാതെ പോകുന്ന ഒരു പ്രശ്നം തല്ലല്ല. എല്ലാം അങ്ങനെ ഉണ്ട്, എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാണ്. ഇനി ഇത്തരം ദീനിലില്ലാത്ത കാര്യങ്ങൾക്ക് തെളിവ് പറയുന്ന ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ? ഒരു തെളിവ് നമ്മൾ ഖുർആൻ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ? അതിനെ സ്വഹാബത്തും പൂർവികന്മാരായ ആളുകളും എങ്ങനെ മനസ്സിലാക്കിന? അങ്ങനെ ഒരു മാനദണ്ഡമില്ലെങ്കിൽ എന്താ നിങ്ങൾ വിശുദ്ധ ഖുർആൻ നിവർത്തി വെച്ചിട്ട് ഓരോരുത്തർ അവരവന് പറ്റിയത് പറഞ്ഞാൽ സുഹൃത്തുക്കൾ ഈ ദീനിന്റെ അവസ്ഥ എന്താകും? അതുകൊണ്ട് ഇതെങ്ങനെ വേണമെന്നതിന്റെ പൂർണ്ണമായ മാതൃക നമ്മുടെ നമ്മുടെ പൂർവികന്മാരെങ്ങനെ മനസ്സിലാക്കിയോ അങ്ങനെ മനസ്സിലാക്കുക. അതാണ് അഹ്ലുസ് സുന്ന വൽ ജമാഅ എന്ന് പറഞ്ഞത്. അതായത് സ്വഹാബത്തും നമ്മുടെ പൂർവികന്മാരും മനസ്സിലാക്കിയതുപോലെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതല്ലാത്ത വ്യാഖ്യാനങ്ങളോ വിശദീകരണങ്ങളോ ഒന്നും ഉണ്ടാക്കാനോ കൊണ്ടുവരാനോ നമുക്ക് പാടില്ല. അതുകൊണ്ടാണ് ഖുർആൻ വ്യക്തമായി താക്കീത്, നരകത്തിൽ പോകുന്നവർ സ്വഹാബത്തിൻ്റെതല്ലാത്ത ഒരു വഴി സ്വീകരിച്ച് സ്വഹാബത്ത് കാണാത്ത, അവർ അനുഷ്ഠിക്കാത്ത, അവർ റസൂലൊന്ന് പഠിക്കാത്ത പുതിയ കാര്യങ്ങൾ ദീനിൽ ഉണ്ടാക്കി പുതിയ വഴി സ്വീകരിച്ചാൽ വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ല വനുസ്ലിഹി ജഹന്നം വസാഅത് മസ്വീറാ. അല്ലാഹുവിന്റെ റസൂലിനോട് ആരെങ്കിലും എതിരിട്ടാൽ വ്യക്തമായ സത്യം മനസ്സിലാക്കിയ ശേഷം വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളുടേതല്ലാത്ത മാർഗം സ്വീകരിക്കുകയും ചെയ്താൽ വനുസ്ലിഹി ജഹന്നം, അവനെ നാം നരകത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. എത്ര വലിയ താക്കീതാ സുഹൃത്തുക്കളെ! സഹാബത്തിൻ്റെതല്ലാത്ത മാർഗം സഹാബത്ത് ചെയ്തോ? ആ ചോദ്യം പ്രസക്തമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും മഹാത്മാവിന്റെ പുണ്യാത്മാവിന്റെ ഖബറുകൾ ഉയർത്തി അവിടെ പ്രത്യേകമായ തവസ്സുലിന്റെ പ്രാർത്ഥനകൾ നടത്തിയോ എന്നുള്ള ചോദ്യം പ്രസക്തമാണ്. നബി വഫാത്താകുന്നവരെ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാൻ അവകാശമില്ല എന്നാണ്. സത്യത്തിൽ ഇത്ര വ്യക്തമായി മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എന്റെ സഹാബത്തും ഏതൊരു വഴിയിലാണോ ആ വഴിയാണ് സ്വർഗത്തിന്റെ വഴി എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് സുഹൃത്തുക്കളെ, ഈ നിയമത്തിന് വിരുദ്ധമായി എന്തെങ്കിലും മതത്തിൽ ആരെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അതിനെയാണ് നമ്മൾ ബിദ്അത്ത് എന്ന് പറയുന്നത്. അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകയില്ലാത്ത
തെളിവില്ലാത്ത പ്രമാണമില്ലാത്ത കാര്യങ്ങളെ ആരെങ്കിലും പിൻപറ്റിയ ബിദ്അത്ത്. ഈ ബിദ്അത്തിനെ കുറിച്ച് ശക്തമായ താക്കീത് ഖുർആനും ഹദീസും നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഒന്ന്, ആരെങ്കിലും അങ്ങനത്തെ കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ കർമ്മങ്ങൾ മുഴുവനും ബാത്തിലായി പോകും. അതാണ് വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബഅൻ മൻസൂറ. ഈ നിബന്ധനകളൊന്നുമില്ലാത്ത കർമ്മങ്ങൾ ആരെങ്കിലും ചെയ്താൽ അതിനെ നാം ധൂളികളാക്കി പറയുന്ന ഖുൽ ഹൽ നുനബ്ബിഉകും ബിൽ അഖ്സരീന അമാല. പ്രവർത്തിച്ച് നഷ്ടത്തിലായവർ, പൈസ ചെലവാക്കി സമയം ചെലവാക്കി അധ്വാനിച്ചിട്ടും കൂലി കിട്ടാത്ത ചില ആൾക്കാരുണ്ട് പരലോകത്ത്. അവരാരാണ് സുഹൃത്തുക്കളെ? അല്ലദീന ദല്ല സഅയുഹും ഫിൽ ഹയാത്തി ദുനിയ. അവരുടെ പ്രവർത്തനങ്ങളൊക്കെ പാഴായിപ്പോയി. വഹും യഹ്സബൂന അന്നഹും യുഹ്സിനൂന സുൻഅ. ഞങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്നവർ വിചാരിച്ചു. പക്ഷെ അവിടെ പ്രവർത്തനങ്ങൾ നല്ലതായിരുന്നില്ല എന്നാണ്. മാത്രമല്ല, നാളെ പരലോകത്ത് ശിക്ഷ കിട്ടുന്ന കാര്യങ്ങളും കൂടെയാണ് അവർ പ്രവർത്തിച്ചതെന്നാണ്. എങ്ങനെയാണ് ബിദ്അത്ത് ഉണ്ടാവുന്നത്? എങ്ങനെയാണ് മതത്തിൽ പുതിയ ആചാരങ്ങൾ ഉണ്ടാവുന്നത്? അതിപ്പോൾ അടുത്ത ദിവസം ഒരു വീഡിയോ ഉണ്ട്. എന്തായാലും പറഞ്ഞ കാര്യങ്ങൾ. ഇവിടുത്തെ മറ്റു മതസ്ഥരായ ആളുകളൊക്കെ ഇങ്ങനെ വീട്ടിലിരുന്ന് ഓരോരോ ഈണത്തിലും രാഗത്തിലൊക്കെ ഓരോന്ന് ചെല്ലാൻ തുടങ്ങിയപ്പോൾ നമ്മളെ ആൾക്കാർക്ക് ചൊല്ലാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഓരോരോ ഏടുകളും പാട്ടുകളും മൗലൂദുകളും മാലകളും ഒക്കെ എഴുതിണ്ടാക്കിയതാണ്. സുഹൃത്തുക്കളെ, നമുക്ക് അതിന്റെ ആവശ്യമുണ്ടോ? അങ്ങനെ പാടാനും ഓതാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു അക്ഷരത്തിന് കൂലി കിട്ടുന്ന ഖുർആനല്ലേ നമ്മളെ അടുത്ത്. മറ്റുള്ളവർ ചെയ്യുന്നത് കാണുമ്പോൾ അതിനെ അനുകരിക്കുക എന്നതാണ് നമ്മുടെ മതത്തിൽ മറ്റു മതാചാരങ്ങൾ വരാനുള്ള കാരണം എന്നാണ്. ഇതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വ്യക്തമായ താക്കീത് തന്നിട്ടുള്ള കാര്യങ്ങളാകുന്നു. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, നമ്മുടെ മുമ്പുള്ള ആളുകളുടെ ചര്യകളെ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. ശിബ്റം ബിശിബ്രിൻ വദിറാഅൻ ബിദിറാഇൻ. ചാണിന് ചാണായും മുഴത്തിന് മുഴമായും. ഹത്താ ലൗ ദഹറു ജുഹ ലബ്ബിൻ. ഒരു ഉടുമ്പിന്റെ മാളത്തിൽ അവർ പ്രവേശിച്ചാലും ലസലക്തുമൂഹു, നിങ്ങളും കേറുന്ന. അന്ധമായ അനുകരണം. എവിടുക്കാ പോണത്, എങ്ങിട്ടാ ചെന്ന് കേറണമെന്നൊരു നോട്ടമില്ലാതെ നിങ്ങൾ അവരെ പിൻപറ്റുന്നതാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് സുഹൃത്തുക്കളെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന നിലക്ക് ആചരിക്കുന്ന നബിദിനം എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ എങ്ങനെ വന്നു? നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, 63 വയസ്സ് വരെ ജീവിച്ച അള്ളാഹുവിന്റെ റസൂല് ആ 63 കൊല്ലത്തിൽ ഒരു ദിവസം 63 പ്രാവശ്യം റബീഉൽ അവ്വൽ ആവർത്തിച്ചു വന്നിട്ടും അന്നൊന്നും ചെയ്തിട്ടില്ല എന്ന കാര്യത്തിൽ ലോകത്തൊരു മുസ്ലിമിനും അഭിപ്രായ വ്യത്യാസമില്ല. 63 റബീഉൽ അവ്വലിൽ ജീവിച്ച അള്ളാഹുവിന്റെ റസൂല് നുബുവത്തിന് മുമ്പും ശേഷം ആ ദിവസത്തിൽ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളിപ്പോ ജാഥ നടത്താൻ പോവുകയാണ്, നമ്മൾ കുട്ടികൾക്ക് പലഹാരങ്ങൾ കൊടുക്കാൻ പോവുകയാണ്, പാട്ട് പാടാൻ പോവുകയാണ്, സ്റ്റേജ് കെട്ടാൻ പോവുകയാണ്, പള്ളിക്ക് ലൈറ്റ് തൂക്കാൻ പോവുകയാണ്. അള്ളാഹുവിന്റെ റസൂൽ ചെയ്തിട്ടില്ല. പിന്നെ ആ നബി അങ്ങേയറ്റം സ്നേഹിച്ച് പ്രവാചകൻ അമ്പേൽക്കാതിരിക്കാൻ നെഞ്ചത്ത് അമ്പേറ്റുവാങ്ങി പ്രതിരോധിച്ച സഹാബത്ത് എത്രയോ കാലം ഇസ്ലാമിക ലോകം ഭരിച്ചിട്ടും 3 ഉത്തമ നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനം അവരാരും ആഘോഷിച്ചിട്ടില്ല. എന്നിട്ട് പിന്നെ എങ്ങനെ നമുക്കത് കിട്ടി സുഹൃത്തുക്കളെ? ഈസാ നബിന്റെ യേശുക്രിസ്തുവിന്റെ ജന്മദിനം ഇവിടെയുണ്ട്. എല്ലാ മതസ്ഥരുടെയും പുരോഹിതന്മാരെയും നേതാക്കളുടെയും ജന്മദിനം ഇവിടെ ഉണ്ട്. ഭൗതിക സാഹചര്യങ്ങളുണ്ട്. ഓരോ രാഷ്ട്രത്തിന്റെയും രാജാക്കന്മാരുടേതുണ്ട്, നേതാക്കന്മാരുടേതുണ്ട് ജന്മദിനം. പക്ഷേ അത് ലോകത്തിൽ അതൊരു മാതൃകയായി നിന്നപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ നമുക്കത് മാതൃകയാക്കിയില്ല. അപ്പൊ എപ്പോഴെങ്കിലും സുഹൃത്തുക്കളെ അതിനൊരു 10 ഉറുപ്പ് എടുത്തു കൊടുക്കുമ്പോൾ 1000 വട്ടം ആലോചിച്ചോളൂ. 1000 വട്ടാൽ കുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. മതത്തിൽ എന്തെങ്കിലും പുതിയതുണ്ടാക്കിയാൽ അത് വഴികേടാണ്, വഴികേട് നരകത്തിലേക്കാണ്. ലാ തുതുറൂനി കമാ അത്റത്തിൻ നസാറ ഈസബിൻ മറിയമിനെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത്. എത്രമാത്രം പുകഴ്ത്തുന്ന സുഹൃത്തുക്കൾ! അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുന്ന പാട്ടുകൾ നമ്മൾ കേട്ടാൽ ഏറ്റവും അള്ളാഹുവിന്റെ ദൈവീകമായി ഉലൂഹിയത്ത്, അള്ളാഹുവിന്റെ മഹത്തായ നാമഗുണ വിശേഷണങ്ങളെ ഇർഹംനീന. ഇന്നലെ ഒരു പാട്ട് ഞാൻ കേട്ടു, ഇർഹംനി, അള്ളാഹുവിന്റെ റസൂലെ എന്നോട് കരുണ ചെയ്യണേ എന്നാണ്. അള്ളാഹുവിന്റെ റസൂലെ എന്നോട് കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിച്ചാൽ സുഹൃത്തുക്കളെ, അള്ളാഹു ഇർഹംനി ഇർഹംനി എന്ന് നിസ്കാരത്തിൽ എത്ര പ്രാവശ്യം വർഹംനി നമ്മൾ പറയലുണ്ട്. അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തി എവിടെ എത്തുന്നു എന്ന് ആലോചിക്കണം. ഇതൊക്കെ അറിയാതെ കേട്ടും പാടിയും നമ്മൾ അറിയാതെ അതിന്റെ ഭാഗമാകുന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. ഞാൻ അള്ളാഹുവിന്റെ ദാസനാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലും അടിമയുമാണെന്ന് ഞാൻ പറയണം എന്ന്
ഉമർ റളിയല്ലാഹു അൻഹു ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഗൗരവമുള്ള കാര്യമാണ് സുഹൃത്തുക്കളെ. ഇനിയും ഇത്തരം പ്രവാചകന്റെ ജന്മദിനത്തെ ആഘോഷമാക്കുന്ന മറ്റു ക്രിസ്തീയ ദേവാലയങ്ങളെ പോലെ മുസ്ലിം പള്ളികളെ അലങ്കാരമാക്കി ഒരിക്കലും നമ്മൾ കാണാത്ത കേൾക്കാത്ത ഈ ഒരു പുതിയ കാലം. മാത്രമല്ല, ചില ആളുകൾ ഈ സമയത്ത് ഉംറക്ക് പോവുക, മദീനത്തേക്ക് ഈ സമയത്ത് ഉംറക്ക് പോവുക. എന്തിനാണ്? മദീനയിൽ ചെന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തിന്റെ അന്ന് മദീനത്ത് ആ ഖബറിന്റെ പരിസരത്തുണ്ടാവാൻ വേണ്ടി. സുഹൃത്തുക്കൾ, ആലോചിച്ച് നോക്കൂ നിങ്ങൾ, അതൊക്കെ ലക്ഷ്യമായി മാറി ഏതൊക്കെ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പരിവർത്തിക്കപ്പെട്ടത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അള്ളാഹുവിന്റെ ദീൻ പൂർത്തിയാക്കപ്പെട്ടു, അതിലിനി ഒന്നും കൂട്ടിച്ചേർക്കാനില്ല എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായി മാറുന്നത്. ചോദിക്കട്ടെ സുഹൃത്തുക്കളെ, ഈ പള്ളിനേക്കാളും മക്കത്തെ പള്ളിക്ക് ഒരു പുണ്യല്ലേ? 1,00,000 പ്രതിഫലം കിട്ടൂലേ? അതാര് നിശ്ചയിച്ചതാ സുഹൃത്തുക്കളെ? അവിടുത്തെ ഭരണാധികാരികൾ നിശ്ചയിച്ചതാ? അത് അള്ളാഹുവിന്റെ റസൂൽ നിശ്ചയിച്ചതാണ്. അറഫാ ദിനത്തിനൊരു പുണ്യമില്ലേ സുഹൃത്തുക്കളെ? റമളാന്റെ രാപ്പകലുകൾക്ക് ഒരു പുണ്യമില്ലേ? എന്നാ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ റബീഉൽ അവ്വൽ 12 ദിവസത്തിൽ ഏതെങ്കിലും ഒരു പുണ്യം, ഒരു കാര്യം ചെയ്താൽ, അന്ന് ഖുർആൻ ഓതിയാൽ പ്രത്യേക കൂലുണ്ടെന്ന് ഒരാൾ വിശ്വസിച്ചാൽ അവൻ മതത്തിൽ പുതിയ നിയമമുണ്ടാക്കി. ആ ദിവസത്തിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ട് എന്ന് നമ്മൾ നിശ്ചയിച്ചാൽ, അള്ളാഹ് നിശ്ചയിക്കാത്ത, റസൂൽ നിശ്ചയിക്കാത്ത ഒരു ദിവസത്തിന്റെ പ്രത്യേകത, ഒരു മാസത്തിന്റെ പ്രത്യേകത, ഒരു രാവിന് പ്രത്യേകത, ഒരു സ്ഥലത്തിന് പ്രത്യേകത ദീനിൽ ആരെങ്കിലും ഉണ്ടാക്കിയാൽ അത് ഇസ്ലാമിക മതത്തിൽ ഒരു പുതിയ നിയമമുണ്ടാക്കലാണ്, തശ്രീഅാണ്, ശറഉണ്ടാക്കലാണ്. അംലഹും ശുറകാ ശറഉ ലഹും മിനദ്ദീൻ. അള്ളാഹുവിന്റെ അധികാരത്തിൽ പങ്കു ചേർക്കലാണ്. അള്ളാഹു നിശ്ചയിക്കേണ്ട കാര്യം മറ്റുള്ളവർ ഏറ്റെടുത്ത് നിശ്ചയിക്കലാണ്. അത് ഗൗരവമുള്ള കാര്യം. അതുകൊണ്ട് സുഹൃത്തുക്കൾ, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹവും മഹബത്തും എല്ലാം നമുക്കുണ്ട്. അത് ഒരു ദിവസത്തിലോ ഒരു ദിനത്തിലോ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവനായിട്ട് അതുണ്ട്. അതുകൊണ്ട് നാട്ടിൽ ഇതൊക്കെ വളരെ ആഘോഷപൂർവ്വം നടത്തുമ്പോൾ, ഇതൊക്കെ വാശി പിടിച്ച് നടത്തുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിലൊന്നും ഇസ്ലാമിന് യാതൊരു പങ്കുമില്ല. ഇത് പ്രത്യേകം ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ചു, നിങ്ങൾ ഇസ്ലാമിന്റെ ഏതൊരു കർമ്മം നമ്മൾ പരിശോധിച്ചാലും അതിന് ചില പ്രത്യേകതകളുണ്ട്. അത് അള്ളാന്റെ ദീനായതുകൊണ്ടാണ്. എന്നാൽ ഇത്തരം വിദഅത്തുകൾ പരിശോധിച്ചാൽ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് സുഹൃത്തുക്കൾ. ഈ റോഡൊക്കെ, നമ്മളൊക്കെ താമസിക്കുന്ന ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്താണ്? ഈ ട്രാഫിക് കൊണ്ട് നടന്നു പോവാൻ നമുക്ക് പറ്റൂല. അങ്ങനത്തെ സ്ഥലമാണ്. ഇത്തരം നിരത്തുകളിലേക്കാണ്, റോഡുകളിലേക്കാണ് എന്തറിയോ, ആംബുലൻസുകളെ തടസ്സപ്പെടുത്തി, വഴിയാത്രക്കാരെ തടസ്സപ്പെടുത്തുന്ന ജാഥകൾ. അവിടെ നമ്മൾ സലാത്ത് ചെല്ലുമ്പോഴും റസൂലുള്ളാഹിന്റെ പേരുച്ചരിക്കുമ്പോഴൊക്കെ അതുകൊണ്ട് ഇസ്ലാമിന് ഗുണമോ ദോഷമോ നമ്മൾ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലേ സുഹൃത്തുക്കൾ? നമുക്ക് നിശ്ചയിച്ച 2 ആഘോഷങ്ങൾക്ക് പുറമെ ഒരാഘോഷം എന്ന നിലയ്ക്ക് പെരുന്നാക്ക് പോലും പള്ളികളാരും അലങ്കരിക്കാറില്ലുണ്ടോ? പെരുന്നാക്ക് നമ്മൾ ആരെങ്കിലും പള്ളി അലങ്കരിക്കലുണ്ടോ? അതിനേക്കാളും ആഘോഷപൂർവ്വം ഇതിനെ ഏറ്റെടുക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം. അപ്പൊ അതുകൊണ്ട് ഇത്തരം അനാചാരങ്ങളെ നമ്മൾ സൂക്ഷിക്കണം. അതിന് നമ്മുടെ പരലോക രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ്. കാരണം നാളെ പരലോകത്തെ ഹൗലുൽ കൗസർ കുടിക്കാൻ വേണ്ടി ചെല്ലുന്ന ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവർക്കത് വിലക്കപ്പെടുമെന്നാണ്. അപ്പൊ അത് വിലക്കപ്പെടുമ്പോൾ നബി ചോദിക്കും, ഇതാ സ്വഹാബി, എന്റെ അനുചരന്മാരല്ലേ എന്ന് പറയുമ്പോൾ പറയും, നിനക്കറിയില്ല അഹ്ദസു ബഅദ, നിനക്ക് ശേഷം അവരെന്തെല്ലാം ഇതിൽ കൂട്ടിച്ചേർത്തു നിനക്കറിയില്ല എന്നാണ്. അതുകൊണ്ട് നമുക്ക് ഉറപ്പ് വേണം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ ദീനിന്റെ കർമ്മങ്ങളാണ്, ആചാരങ്ങളാണ് എന്ന് ഉറപ്പ് വേണം. എല്ലാവിധ മതവിരുദ്ധമായ കാര്യങ്ങളിൽ നിന്നും, മതവിശ്വാസത്തിനെതിരായ കാര്യങ്ങളിൽ നിന്നും, തെളിവില്ലാത്ത കാര്യങ്ങളെയും സൂക്ഷിച്ച് ശരിയായി പ്രവാചകന്റെ മാതൃക പിൻപറ്റി ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാണ്. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നത് ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അത്തരം ആയത്തുകളും ഹദീസുകളും ഓതി പലപ്പോഴും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി. ലോകത്തുള്ള മുഴുവൻ ആളുകളെക്കാളും, വാപ്പനേക്കാളും ഉമ്മനേക്കാളും ഒക്കെ റസൂലുള്ളാഹിനെ സ്നേഹിക്കാതെ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല. എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക. യുഹ്ബിബുക്കുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, അല്ലാഹു മൻ അഹബ്ബ സുന്നതി ഫഖദ് അഹബ്ബനി, എന്റെ ചര്യകളെ ആരെങ്കിലും പിൻപറ്റിയാൽ അവർ എന്നെ സ്നേഹിച്ചിരിക്കുന്നു. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം എന്താ അറിയോ, തീവ്രവാദികളെ കണ്ടെത്താനുള്ള അടയാളങ്ങളെ കുറിച്ച് പുതിയതായി വന്ന നിയമ വലിയിൽ എന്താ ഉള്ളത്? കാര്യങ്ങൾ താടി വെച്ചവൻ എന്താണ് തീവ്രവാദിയാണെന്ന്.
അപ്പൊ നല്ലൊരു താടി വെച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്തുള്ള ആ സമൃദ്ധമായ ഒരു താടി റസൂലിനെ സ്നേഹിച്ചിട്ട് നമ്മുടെ മുഖത്ത് കൊണ്ടു നടക്കുക പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊരു കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. സുഹൃത്ത്, എന്ത് കാര്യം, ഒരു ശരിയായ ഒരു ഹിജാബ് ധരിച്ച് ഒരു സഹോദരി ഓഫീസിലേക്ക് പോവുക, സ്കൂളിലേക്ക് പോവുക, കോളേജിലേക്ക് പോവുക, യാത്ര ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് പലപ്പോഴും എന്ത് ചെയ്യും, അപരിഷ്കൃതമായ ഒരു കാര്യമായി, പുരോഗമനമില്ലാത്ത കാര്യമായി, ആറാം നാട്ടിന്റെ കാര്യമായി ആളുകൾ നോക്കിച്ചിരിക്കുമ്പോൾ ആ പരിഹാസച്ചിരിയെ നേരിടാൻ തന്റെ ഹിജാബ് അത് ശരിക്കും കയ്യിൽ വസ്ത്രം തന്റെ മുൻകൈ വരെ എത്തിക്കാൻ, ഒരു 3/4 അല്ല, അതുവരെ എത്തിച്ച് മാറത്തേക്ക് തൂക്കിയിട്ട് മുഖവും മുൻകൈയും അല്ലാത്തതൊക്കെ മറച്ച് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കുറച്ചൊരു ത്യാഗമുണ്ട്. ആ ത്യാഗങ്ങളാണ് നബി സ്വല്ലല്ലാഹു നമ്മൾ കാണിക്കുന്ന സ്നേഹം. രാത്രി എഴുന്നേറ്റിട്ട് ഒരു വിത്രിസ്കരിക്കാറിനാൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇസ്ലാമികമായ ഒരു തെരിയാണിക്ക് മുകളിൽ കുറച്ച് വസ്ത്രം പൊന്തിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇതേതാടാ മുറിയൻ പാന്റ് എന്ന ആൾക്കാർ ചോദിച്ചൊന്ന് പരിഹസിച്ചിരിക്കും. ഇതിനൊക്കെ അതിജീവിക്കാൻ കഴിയുമ്പോഴാണ് ശരിക്കുള്ള പ്രവാചകനോടുള്ള സ്നേഹം. സുഹൃത്തുക്കളെ, കുലാവി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയിട്ട് ഭക്ഷണത്തിൽ പങ്കുചേരാനോ ഒരു ജാതിയിൽ നിന്നിട്ടൊന്ന് ജയ് വിളിക്കാനോ അതൊന്നും വലിയ ത്യാഗമുള്ള കാര്യങ്ങളല്ല. പക്ഷേ അള്ളാഹുവിന്റെ റസൂലിന്റെ മാതൃകകളെ ശരിയായി പിൻപറ്റുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രവാചകനെ ആളുകൾ തെറ്റായ രൂപത്തിൽ ഓർക്കുമ്പോൾ നാം ശരിയായ രൂപത്തിൽ പ്രവാചകനെ ഓർമ്മിക്കേണ്ടതുണ്ട്. അതെങ്ങനെയാണ്? കുറച്ചും കൂടെ കാണിച്ചത് പള്ളിയിൽ പോയി നിസ്കരിക്കാനും അതിന് മുമ്പുള്ള സുന്നത്തുകൾ നിസ്കരിക്കാനും ബാത്റൂമിൽ കയറുമ്പോഴും പള്ളിയിൽ കയറുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥന ഒന്ന് കാണാതെ പഠിക്കാനും രാവിലെയും വൈകുന്നേരമുള്ള അദ്കാറുകളൊക്കെ ഒന്ന് ചെല്ലാനും ഒക്കെയാണ് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെയാണ് പ്രവാചക സ്നേഹം. അങ്ങനെ ജീവിക്കുന്ന ആളുകൾക്ക് പ്രവാചകന്റെ കൂടെ തന്നെ മുറാഫഖത്തി, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാൻ കഴിയുമെന്നാണ് നബി പഠിപ്പിച്ചത്. അത്തരം സൗഭാഗ്യം ലഭിക്കുന്നവരെ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മളൊന്ന് വന്നുപോയ തെറ്റുകളെ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ഒരു രോഗം കൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തി നേരിട്ടു തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അള്ളാഹു അദ്ദേഹത്തിന്റെ രോഗപരമായ എല്ലാ വിഷമങ്ങളെയും വേദനകളെയും അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹുവെ, അദ്ദേഹത്തിന് ആ വേദനകളില്ലാത്ത സമാധാനമായ ജീവിതവും കുടുംബത്തിന് സന്തോഷവും നീ പ്രദാനം ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ എല്ലാവരുടെയും എല്ലാവിധ പരീക്ഷണങ്ങളിൽ പ്രതിസന്ധികളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ നാഥ. ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്താനങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷവും കൺകുടുംബയും പ്രദാനം ചെയ്യണമേ റഹ്മാനെ. അല്ലാഹുമ്മ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയ്യാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين.